നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബഡ്ജറ്റ് ആൻഡ് കൺട്രോൾ ആണ്. ബഡ്ജറ്റ് എന്ന് വെച്ചാൽ നമ്മളെ ജീവിതത്തിൽ, അതായത് നമ്മളെ ലൈഫിലൊരു എസെൻഷ്യൽ ആണെന്നാണ് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഇൻ, അതേപോലെ നാഷണൽ ആയാലും ഡൊമസ്റ്റിക് ആയാലും ബിസിനസ് ആയാലും ഏത് ഫീൽഡിലാണെങ്കിലും ബഡ്ജറ്റ് എസെൻഷ്യൽ ആണ്. ഈവൻ നമ്മൾ പേഴ്സണൽ ലൈഫിൽ വരെ നമ്മൾ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഹൗസ് വൈഫിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ എന്താണ്, ഹൗസ് വൈഫ് എന്താ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നുണ്ട് എല്ലാ മന്തും എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൗസ് വൈഫ് പ്രിപ്പയർസ് എ ഫാമിലി ബഡ്ജറ്റ് എവ്രി മന്ത്. നിങ്ങൾ നോക്ക്, നിങ്ങളെ വീട്ടിലും അങ്ങനെ തന്നെയായിരിക്കും. എല്ലാവരും എന്താണ് എല്ലാ മന്തും ഒരു എന്താ പറയുക, ചെറിയൊരു ബഡ്ജറ്റ് എന്ന് വെച്ചാൽ അത്രത്തൊന്നുമല്ല, ചെറുതായിട്ട് രീതിയിൽ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഹൗസ് വൈഫിൻ്റെ കേസ് എടുത്തിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ പോലെ പറയുകയാണ്. ഹൗസ് വൈഫിൻ്റെ കേസ് ആണെങ്കിൽ എന്താണ്, ഫാമിലിയിൽ ഇൻകം വരുന്ന സോഴ്സ് എത്രയാണെന്ന് പ്ലാൻ ചെയ്യും. എത്ര ഇൻകം ഓരോ ഫുഡിന് വേണ്ടിയിട്ടും ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടും അതോ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവില്ലേ ഫാമിലിയിൽ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എത്ര എമൗണ്ടുകൾ സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യം അതൊക്കെ ഹൗസ് വൈഫാണ് പ്ലാൻ ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ എല്ലാവരും അവരവരുടെ ലൈഫിൽ ചെറിയ രീതിയിലാണെങ്കിലും ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുക, ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ വെനെവർ വി പ്ലാൻ എനി ആക്ടിവിറ്റി വി ജനറലി മേക്ക് ആൻ ബഡ്ജറ്റ്. നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി പ്ലാൻ ചെയ്യണമെങ്കിൽ അത് നമ്മളെന്താ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതായിട്ടാണ് കൂട്ടുക. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ തലേന്ന് നമ്മൾ എന്താക്കും, ട്രിപ്പ് പോകുന്നതിന് തലേന്ന് നമ്മളെ ബാഗ് ഫുള്ളാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള ക്ലോത്ത് എടുത്ത് വെക്കും, സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടി ഫുഡ് എടുത്ത് വെക്കും, എത്ര പൈസ വേണം ചിലവാക്കാന്ന് വെച്ചാൽ കുറച്ച് പൈസ എടുത്ത് വെക്കും. അതൊക്കെ നമ്മൾ ചെയ്യില്ല, അങ്ങനെ പ്ലാൻ ചെയ്യുന്ന അതിന് നമ്മൾ എന്താ പറയുക, നമ്മൾ ബഡ്ജറ്റാന്ന് പറയുക. അപ്പോൾ ബഡ്ജറ്റിംഗ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ബഡ്ജറ്റിംഗ് ഈസ് എന്താ പറയുക, സിമിലർ ടു പ്ലാനിങ് അവർ ട്രിപ്പ് ആൻഡ് എൻഷുറിങ് ദാറ്റ് വി വിൽ റീച്ച് ദ സഫിഷ്യൻറ്റ് റിസോഴ്സസ് ടു റീച്ച് അവർ ഡെസ്റ്റിനേഷൻ. ഇപ്പം നമ്മൾ പറയുക എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫുഡ് എടുത്ത് വെച്ച്, സ്നാക്ക് എടുത്ത് വെച്ച്, അപ്പോൾ നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഡെസ്റ്റിനേഷൻ എന്താണ്, ആ ട്രിപ്പിൻ്റെ അവിടെ എത്തുക. അപ്പോൾ ആ എത്തുന്നത് വരെ നമുക്ക് കഴിക്കാനുള്ള സ്നാക്ക് നമ്മളെടുത്ത് ഉണ്ടെന്ന്, നമ്മൾ സഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്നാക്ക് നമ്മളെടുത്ത് ഉണ്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്യും, നമ്മൾ എൻഷുർ ചെയ്യുന്നതിനാണ് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ കേസിലും ഇങ്ങനെ തന്നെയാണ് ഏകദേശം വരിക. ഓർഗനൈസേഷൻ പ്ലാൻസ് ഇറ്റ്സ് ജേർണി ടുവേർഡ്സ് ദ ഒബ്ജക്റ്റ് ഇൻ സിമിലർ ഫാഷൻ. ഇറ്റ് പ്രിപ്പയർസ് ഫോർ ജേർണി വിത്ത് ആൻ ആക്ഷൻ പ്ലാൻ. ദിസ് ആക്ഷൻ പ്ലാൻ ഈസ് കോൾഡ് ബഡ്ജറ്റ്. ഓർഗനൈസേഷൻ്റെ കേസും ഇങ്ങനെ തന്നെയാണ്, ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഓർഗനൈസേഷൻ ചെയ്യുന്ന ആ പ്ലാൻ ഓഫ് ആക്ഷൻ്റെ കേസാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എ ഫേം ബഡ്ജറ്റ് ഷോസ് ഹൗ ഫണ്ട് വിൽ സ്പെൻഡ് ഓൺ ലേബർ, raw material, capital, goods, etc. and as how the funds will be obtained. അതായത് ഇപ്പം നമ്മളിപ്പോൾ വീട്ടിൽ ഉള്ള ആൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, നമ്മളെ വീട്ടിലേക്ക് എത്ര സാലറി വരുന്നുണ്ട്, അപ്പോൾ ഫുഡിന് വേണ്ടി എത്ര ചിലവാക്കണം, യാത്രയ്ക്ക് വേണ്ടി എത്ര ചിലവാക്കണം, അങ്ങനെ നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നു, നമ്മളിങ്ങനെ കണക്കുണ്ടാക്കുന്നു. അപ്പം ഫേമിൻ്റെ കേസാകുമ്പം എന്താണ് വരിക, ഫേമിൻ്റെ കേസിലാകുമ്പോൾ ഫണ്ട് എന്തിൻ്റെ മുകളിലേക്ക് ചിലവാക്കുക, അവിടെ വർക്ക് ചെയ്യുന്ന ലേബേഴ്സിന് പൈസ കൊടുക്കണം, പിന്നെ റോ മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കണം, അതേപോലെ ക്യാപിറ്റൽ ഗുഡ്സ് എന്തെങ്കിലും വാങ്ങണേ അതിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കണം. അപ്പോൾ എത്ര പൈസ വേണം ഓരോന്നിന് വേണ്ടിയിട്ട് ചിലവാക്കാൻ വേണ്ടിയിട്ട്, അത്രയും വരുമാനം നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ചൊക്കെ നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതാണ് ഫേംസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. 3 ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസാണ് ഇതിലുള്ളത്: പ്ലാനിങ്, ഓപ്പറേറ്റിംഗ്, കൺട്രോൾ. പ്ലാനിങ് റിലേറ്റ്സ് ടു ഫ്യൂച്ചർ ആൻഡ് ഓപ്പറേറ്റിംഗ് റിലേറ്റ്സ് ടു പ്രസൻറ്റ് ആൻഡ് കൺട്രോൾ റിലേറ്റ്സ് ടു പാസ്റ്റ്. അതായത് പ്ലാൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ, മുൻകൂട്ടി, അതായത് വരും വർഷങ്ങളിൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ, നഷ്ടമാണെങ്കിൽ ആ നഷ്ടം നികത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ലാഭം ആണെങ്കിൽ ലാഭം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ മുൻകൂട്ടി ലാഭത്തിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ എന്താക്കും, പ്രോഫിറ്റിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് എന്ന് വെച്ചാൽ പ്രസൻറ്റിൽ ഇപ്പോൾ നമ്മളെ ഫേം നമ്മൾ നല്ല രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്, അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം സ്റ്റെപ്സ് ചെയ്യണം. ഇപ്പോൾ നിലവിലുള്ള പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നിലവിലിപ്പോൾ ലോസ് ആണെങ്കിൽ അത് എങ്ങനെ പോക്കുക, അല്ലെങ്കിൽ നിലവിലിപ്പോൾ എക്സ്പെൻസ് കൂടുതലാണെങ്കിൽ അതെങ്ങനെ ഇതാക്കുക, നിലവിലുള്ള കാര്യം ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് എന്ന് പറയുന്നത്. കൺട്രോൾ എന്ന് വെച്ചാൽ റിലേറ്റഡ് ടു പാസ്റ്റ് ആണ്. അതായത് പാസ്റ്റിൽ നമ്മൾ നോക്കും, നമ്മൾ കഴിഞ്ഞ വർഷം നമുക്ക് നഷ്ടമാണെങ്കിൽ ഈ വർഷം നമ്മൾ എന്താക്കണം, ആ നഷ്ടം നികത്തി ലാഭം കൊണ്ടുവരണം. അപ്പോൾ പാസ്റ്റിലെ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചർ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മൾ കൺട്രോൾ എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ പാസ്റ്റ് നമുക്ക് ഭയങ്കര ചിലവ് വന്നിട്ടുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലവ് നമുക്ക് വന്നിട്ട്, അപ്പോൾ ഈ കൊല്ലം അത്രയും ചിലവ് വരാൻ നമുക്ക് പറ്റില്ല അല്ലേ. അപ്പോൾ എങ്ങനെ ആ ചിലവ് കുറയ്ക്കും, അപ്പോൾ അതിന് വേണ്ടിയുള്ള കൺട്രോളിങ്, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഉണ്ടാവാറ്. അപ്പോൾ ബിസിനസ് ഇപ്പോൾ ഇഫ് എ ബിസിനസ് ഫെയിൽസ് ടു പ്ലാൻ ഇറ്റ് മീൻസ് ബിസിനസ് പ്ലാനിങ് ഈസ് ഫെയിൽ. ഫോർ
ഫോർ അസിസ്റ്റൻറ്റിങ് ദ മാനേജ്മെൻറ്റ് ഇൻ ദ ഫങ്ഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ. 2 ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ബഡ്ജറ്റിങ്ങും. അതായത് ഇപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ പ്ലാൻ ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ ബിസിനസ്സിൻ്റെ എൻ്റെ പ്ലാനും എന്തായിരിക്കും, ആ ബിസിനസ്സിൻ്റെ പ്ലാനിങ് തന്നെ മൊത്തത്തിൽ തെറ്റും. അപ്പോൾ അത് അങ്ങനെ ഒന്നും സംഭവിക്കാൻ നിൽക്കാനും നല്ല രീതിയിൽ ബിസിനസ്സിനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും വരുന്ന കോസ്റ്റൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടെക്നിക്കാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും, മറ്റേത് എന്താണ്, ബഡ്ജറ്ററി കൺട്രോളുമാണ്. ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മളല്ല നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പ്ലാൻ ചെയ്ത ഓരോ കാര്യങ്ങൾ, ഇതിന് വേണ്ടിയിട്ട് ഇത്ര എമൗണ്ട് ഓഫ് മണി, ഇതിന് വേണ്ടി ഇത്ര എമൗണ്ട് ഓഫ് മണി, അങ്ങനെയൊക്കെ നമ്മൾ മാറ്റി വെക്കില്ലേ, ഓരോന്നിനും ഇത്ര ചിലവാക്കണം എന്ന് വേണ്ടിയിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ബഡ്ജറ്റാണ് നോക്കുന്നത്. ദ ടേം ബഡ്ജറ്റ് ഡിറൈവ് ചെയ്ത് ഫ്രഞ്ച് വേർഡാണ്, ബൊഗീറ്റ എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് വേർഡാണ്. അതിൻ്റെ മീനിങ് തന്നെ ലെതറാണ്, ലെതർ ബാഗാണ്. അതായത് ലെതർ ബാഗ് ഇൻ ടു വിച്ച് ഫണ്ട്സ് ആർ അപ്രോപ്രിയേറ്റ് ടു മീറ്റ് ദ ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പെൻസസ്. അതായത് നമ്മളൊരു ലെതർ ബാഗിൽ കുറച്ച് ഫണ്ട് എടുക്കുക, നമുക്ക് വരുന്ന എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാൻ. ജസ്റ്റ് സിമ്പിൾ ആലോചിച്ചാൽ മതി. നിങ്ങൾ പർച്ചേസിന് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ബാഗ് എടുക്കും, അതിൽ കുറച്ച് പൈസ ഇടും അല്ലേ, എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അത്ര തന്നെ ഇവിടെയും പറയുന്നുള്ളൂ. അപ്പോൾ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ആണ്. ഇറ്റ്സ് എ പ്ലാൻ എക്സ്പ്രസ്ഡ് ഇൻ മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ്. ഇറ്റ് ഈസ് ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ഓഫ് ബിസിനസ് ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിൻ്റെ ബിസിനസ്സിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്ലാനാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇൻ ബിസിനസ് എ ബഡ്ജറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ എക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ എ ഡെഫിനിറ്റ് ഫ്യൂച്ചർ പീരീഡ്. ഒരു ഡെഫിനിറ്റ് ഫ്യൂച്ചർ പീരീഡിൽ എത്രയാണ് ഇൻകം വരിക, എത്രയാണ് ഇൻകം വരിക, അതുപോലെ എത്രയാണ് എക്സ്പെൻഡിച്ചർ എന്ന് ഉദ്ദേശിക്കുന്ന എക്സ്പെൻസിനെ തന്നെയാണ് കേട്ടോ ഷോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ അതേപോലെ ജെ ഫ്രിഡ് മെസ്റ്റോൺ വേറൊരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ബഡ്ജറ്റ് ഈസ് എക്സ്പ്രഷൻ ഓഫ് ഫേംസ് പ്ലാൻ ഇൻ ഫിനാൻഷ്യൽ ഫോം ഫോർ എ പീരീഡ് ഓഫ് ടൈം ഇൻ ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈമിൽ ഫേമിന് എത്രമാത്രം ഫിനാൻസ് ഉണ്ടാവുന്നു, ഫേം ആദ്യം ഉണ്ടാക്കുന്ന ഒരു പ്ലാനിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയാം. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഫേം എന്ന് വെച്ചാൽ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഫോർ ഫ്യൂച്ചറാണ്. ഫ്യൂച്ചറിൽ എത്ര ഫിനാൻസ് നമ്മളെ കയ്യിലുണ്ടാവും, എത്ര നമ്മൾ ചിലവാക്കണോ എന്നുള്ള ഒരു പ്ലാൻ ഫ്യൂച്ചറിലേക്ക് വേണ്ടി നമ്മൾ നടത്തുന്നതിനാണ് നമ്മൾ ഷോർട്ടായിട്ട് ബഡ്ജറ്റ് എന്ന് പറയാം. ഇതൊരു പ്രോഫിറ്റ് പ്ലാനിങ് ടൂളാണ്. അപ്പോൾ ഇത്രയാണ് മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് ബഡ്ജറ്റിൽ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് ബഡ്ജറ്റിംഗ് ആണ് നോക്കുന്നത്. ബഡ്ജറ്റിംഗ് സിംപ്ലി പറയുകയാണെങ്കിൽ പ്രിപ്പയറിങ് ബഡ്ജറ്റിനെയാണ് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്രിപ്പയറിങ്, ഇംപ്ലിമെൻറ്റിങ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്. അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, പിന്നെ ബഡ്ജറ്റിൻ്റെ ഓപ്പറേഷൻ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ജെ ബെറ്റി പറഞ്ഞ അയാളെ ഒരു ഡെഫിനേഷൻ എടുത്ത് എൻറ്റയർ പ്രോസസ് ഓഫ് പ്രിപ്പയറിങ് ബഡ്ജറ്റ് ഈസ് നോൺ ആസ് ബഡ്ജറ്റിംഗ്. ഈ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എൻറ്റയർ പ്രോസസ്സ് ഇല്ല, പ്രോസസ്സിനെയാണ് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ദ വേർഡ്സ് ഓഫ് റോലാൻഡ് ആൻഡ് ഹെയർ പറയുന്നത് എന്താ വെച്ചാൽ ബഡ്ജറ്റിംഗ് ഇസ് എ പ്രോസസ് ഓഫ് ബിൽഡിംഗ് ബഡ്ജറ്റ്. ബഡ്ജറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ബഡ്ജറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയും. പിന്നെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ ആണ് നെക്സ്റ്റ് നോക്കുന്നത്. ബഡ്ജറ്ററി കൺട്രോൾ ഈസ് എ സിസ്റ്റം ഇഷ്യൂയിങ് ബഡ്ജറ്റ്സ് ഫോർ പ്ലാനിങ്. ഇപ്പോൾ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് വെച്ചാൽ സിസ്റ്റം ഓഫ് യൂസിങ് ബഡ്ജറ്റ് ഫോർ പ്ലാനിങ്ങും കൺട്രോളിങ് കോസ്റ്റാണ്. ഇത് നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് കൺട്രോളിങ് കോസ്റ്റ് വിച്ച് ഇൻക്ലൂഡ് പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്, കോർഡിനേറ്റിംഗ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് റെസ്പോൺസിബിലിറ്റീസ്, കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ബഡ്ജറ്റഡ് ആൻഡ് ആക്ടിംഗ് അപ്പോൺ ദ റിസൾട്ട് ടു അച്ചീവ് മാക്സിമം പ്രോഫിറ്റബിലിറ്റി. അതായത് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് വെച്ചാൽ നമുക്ക് ബഡ്ജറ്റ് ഉണ്ടാക്കാൻ വരുമ്പോൾ ഉണ്ടാക്കുന്ന നേരം നമുക്ക് കുറച്ച് കോസ്റ്റ് വരും. അതേപോലെ അത് നമ്മൾ ഓരോ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പം കുറച്ച് കോസ്റ്റ് വരും. പിന്നെ അതേപോലെ ആക്ച്വൽ പെർഫോമൻസും ബഡ്ജറ്റും നമ്മൾ കമ്പയർ ചെയ്യണം. അങ്ങനെയൊക്കെ ഒരുപാട് കോസ്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ കോസ്റ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മൾ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. അങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് മാക്സിമം പ്രോഫിറ്റ് കിട്ടുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു റോലാൻഡ് ഹെയർ പറഞ്ഞിട്ടുണ്ട്, ബഡ്ജറ്ററി കൺട്രോൾ ഈസ് എ tool of management used to plan, carry out and control the operation of business. ബഡ്ജറ്ററി കൺട്രോൾ എന്ന് വെച്ചാൽ എന്താണ്, ഒരു പ്ലാനാണ്. അതെങ്ങനെ നല്ല രീതിയിൽ ക്യാരി ഔട്ട് ചെയ്യുക, എങ്ങനെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസൊക്കെ കൺട്രോൾ ചെയ്യുക, അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എന്ത്, ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്ററി കൺട്രോളിന് ഡിഫറെൻറ്റ് പ്രോസസ്സാണുള്ളത്. ഫസ്റ്റ്
കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വരുന്ന കോസ്റ്റ്, അതിങ്ങനെ കൺട്രോൾ ചെയ്യുക. അതർ ഈസ് കൺട്രോൾ ഓഫ് പ്രിപ്പയർഡ് ബഡ്ജറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്രിപ്പയർ ചെയ്ത് വെച്ച ബഡ്ജറ്റ് ഉണ്ടല്ലോ, അതെങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഇത്ര ചിലവ് വരും, ഒരു ബിസിനസ്സിലിപ്പോൾ ഈ ഒരു ഇയർ 1 lakh ചിലവ് വരാൻ പാടുള്ളൂ, നമ്മൾ ഓൾറെഡി ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബഡ്ജറ്റ് എങ്ങനെ നമുക്ക് മുന്നോട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോവാം, എങ്ങനെ ആ 1 lakh തന്നെ ചിലവ് നമുക്ക് ഒതുക്കാം, ഒരിക്കലും 1 lakh പുറത്തേക്ക് പോകാതെ 1 lakh തന്നെ എങ്ങനെ ഒതുക്കാൻ പറ്റും ആ ചിലവ്, അതാണ് ബഡ്ജറ്ററി കൺട്രോൾ നോക്കുന്നത്. നമ്മൾ ഓൾറെഡി 1 lakh ആയിരിക്കും നമുക്ക് ഈ വർഷം ബിസിനസ്സിന് ചിലവ് വരാൻ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും 1 lakh കൂടാൻ പാടില്ല. അപ്പോൾ ആ ഒരു നമ്മളെ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മൾ ചിലവുകൾ എങ്ങനെ ഒതുക്കുക, എങ്ങനെ നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി പറ്റും, അങ്ങനത്തെ കാര്യങ്ങളാണ് ബഡ്ജറ്റിൽ പറയുന്നത്. അതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ആ ബഡ്ജറ്റ് എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യാമെന്നാണ് ഇതിൽ നോക്കുന്നത്. ഷോർട്ടായി പറയുകയാണെങ്കിൽ ദ പ്രിപ്പറേഷണൽ യൂസ് ഓഫ് ബഡ്ജറ്റ് ടു കൺട്രോൾ ദ ഫേംസ് ആക്ടിവിറ്റീസ് നോൺ ആസ് ബഡ്ജറ്ററി കൺട്രോൾ. അത് തന്നെയാണ് പറയുന്നത്, നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതും പിന്നെ ആ ബഡ്ജറ്റിൻ്റെ യൂസും നമ്മൾ ഫേമിലെ എല്ലാ ആക്ടിവിറ്റീസ്, നമുക്കിപ്പോൾ ചിലവ് നമ്മളിപ്പോൾ 1 lakh ആണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചതെങ്കിൽ ആ 1 lakh ചിലവേ പാടില്ല, അതിൽ കൂടുതൽ ചിലവ് വരാൻ പാടില്ല ആ വർഷം. അങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മളെ ഫേമിലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടി വരും അല്ലേ. ലേബേഴ്സിൻ്റെ സാലറി, നമ്മൾ വാങ്ങുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ്, നമ്മൾ എല്ലാ കാര്യവും നമ്മൾ കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, നമ്മൾ വിചാരിച്ച ആ ഒരു എമൗണ്ടിൽ നമുക്ക് ബഡ്ജറ്റിൽ നമുക്ക് അത് തീർക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബഡ്ജറ്ററി കൺട്രോൾ. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് കൺട്രോളിങ് കോസ്റ്റ് ത്രൂ ബഡ്ജറ്റിങ്. ഇങ്ങനെ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ച ആ ബഡ്ജറ്റ്, ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കോസ്റ്റ് വരുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് ഫേമിലെ ബാക്കിയുള്ള ആക്ടിവിറ്റീസൊക്കെ കൺട്രോൾ ചെയ്യുക, അതിനാണ് നമ്മൾ ബഡ്ജറ്ററി കൺട്രോൾ. അതാണ് ബഡ്ജറ്ററി കൺട്രോളിൻ്റെ സിമ്പിളായിട്ട് പറയണേ, അതാണ് ബഡ്ജറ്ററി കൺട്രോളിൻ്റെ മീനിങ് കേട്ടോ.